അങ്ങനെ ഗഗൻചാരി എന്ന് പറഞ്ഞ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. കോമഡി സൈഫൈ മൂവി ഇൻ മലയാളം. യെസ്. അപ്പോൾ ഇൻ മലയാളം ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മൾ പല സൈഫൈ മൂവീസും പല ലാംഗ്വേജിലായിട്ട് കണ്ടു കാണും. ഞാൻ ഭയങ്കര സൈഫൈ മൂവി കാണുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ എന്താ പറയുക ഇൻ്റർസ്റ്റെല്ലാർ അല്ലെങ്കിൽ വേറെ പാസഞ്ചർ അങ്ങനെ കണക്ട് ചെയ്ത് പോകരുത്. ഇത് നമ്മളെ മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. വൺ ഓഫ് ദ ബെസ്റ്റ്, ഇന്ത്യയിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ എടുത്തു പറയും. മലയാളത്തിലെ ടോപ്പ് നോച്ച് സാധനം എന്ന് പറയണം. കാരണം ഇതൊരു പ്രോപ്പർ കൾട്ട് മൂവി ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നത്. കാരണം ഒരു 10 വർഷത്തിന് ശേഷം ഒരു മാസീവ് ഫാൻ ബേസ് ഉള്ള ഒരു പടമായിരിക്കും ഈ ഒരു പടം. അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യാനേ പാടില്ല. ഓക്കെ, നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. ഈ സാധനം നിങ്ങൾ OTT വന്ന് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് രസവും പോകും. കാരണം അമ്മാതിരി മേക്കിങ്ങും ഒരു രക്ഷയില്ലാത്ത വൈബാണ് എനിക്ക് പേഴ്സണലി ഈ പടം തന്നിട്ടുള്ളത്. സോ ഐ ഫീൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ആ കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ അരുൺ ചന്തു, മോനെ പണി അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല അല്ലേ? മലയാളത്തിലൊരു സൈഫൈ മൂവി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. പിന്നെ പ്രൊഡക്ഷൻ അജിത് വിനായക, അങ്ങേരുടെ റീസെൻറ്റ് മൂവീസൊക്കെ കുറച്ച് സീനായിരുന്നു. കുറച്ച് കേസും സാധനമൊക്കെ അങ്ങേര് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാന്ദ്ര, സാറ്റർഡേ നൈറ്റ് അങ്ങനത്തെ പടങ്ങളൊക്കെ എടുത്തിട്ട്. പക്ഷെ ഇതിൽ അങ്ങേര് കാണിച്ച ഗട്സ്, ഈ ഡയറക്ടറിൻ്റെ ആവശ്യമുള്ള ഫണ്ട് ഇറക്കി കൊടുത്ത് ഇങ്ങനത്തെ ഒരു മൂവി, ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് മലയാളത്തിൽ എടുക്കാൻ കാണിച്ച ഗട്സ്, ഹാറ്റ്സ് ഓഫ് മാൻ അജിത് വിനായക. ഒരു രക്ഷയില്ല അത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സുജിത് എസ് പൈ വേറെ ലെവൽ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിലെ CGI ഗ്രാഫിക്സും സാധനവും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ റേഞ്ച് സാധനം. അതായത് അത്യാവശ്യം ആവശ്യമുള്ള പരിപാടികൾ തന്നെ. അതായത് കോമഡി എല്ലാം ഉണ്ട്. അതെ, ഒരു ഡിസ്റ്റോപ്പിയൻ കോമഡി എന്നാണ് ഇതിൽ പറയുന്നത്. ഡിസ്റ്റോപ്പിയൻ കോമഡി ഇൻ ദ സെൻസ് എന്താ പറയാ, തകർന്ന് തരിപ്പണമായി നാമാവിശേഷമായി കിടക്കുന്ന കേരളം 2040 2050 ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ 2024 2040 2050 നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എനിക്കൊന്നും മുല്ലപ്പെരിയാറൊക്കെ പൊട്ടി നശിച്ചതിന് ശേഷം ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആ സാധനമാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇവർ കാണിക്കുന്നത്. അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉള്ളത്. ഏലിയൻ ഇൻവേഷൻ വരുന്നു, ഏലിയൻസ് വന്നതിന് ശേഷം പിന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇരുന്ന് നമ്മൾ ഈ പ്രസന്റിൽ ഇരുന്നിട്ട് നമ്മൾ ഫ്യൂച്ചർ കാണുമ്പോൾ അത് നമ്മുടെ നാടിന്റെ ഫ്യൂച്ചർ കാണുമ്പോൾ ഭയങ്കര വേറെ വൈബാ. കാരണം അതിലൊരു സീനുണ്ട്, കാക്ക ഇരുന്ന് ഇങ്ങനെ കാക്ക എന്ന് പറയുമ്പോ ഗോകുൽ സുരേഷ് എടുത്തിട്ട് ഒരു കല്ലെടുത്ത് അറിയും. ഇവർ പറയും, ഓ വംശനാശം വന്ന ഒരു സാധനത്തിനെ കാണാൻ പറ്റും. ഇനി അങ്ങോട്ട് 2050 കാക്ക ഇല്ല, കാക്ക വംശനാശം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പല സിനിമകള്, അതായത് അങ്ങനത്തെ കുറെ സംഗതികൾ, ആകാശഗംഗേന്റെ ഒരു സാധനം. കാരണം അതൊക്കെ ആ ടൈമിൽ 2050 പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഈ സംഗതി എന്തായി, നൊസ്റ്റാൾജിയായി. അങ്ങനെ നൊസ്റ്റു അടിക്കുന്ന കുറെ സാധനങ്ങള്. അങ്ങനെ ആകെ മൊത്തം പടത്തിൽ എന്താ പറയാ, ഒരു പക്ക ഒരു ഫൺ എലമെന്റ്, ഭയങ്കര കോമഡി സാധനം, ഭയങ്കര രസമാണ്. എന്നാ ഇതിനകത്ത് പ്രോപ്പറായിട്ട് ആ ഒരു ഏലിയൻ ഇൻവേഷനും അങ്ങനത്തെ സാധനങ്ങളും. പിന്നെ അനാർക്കലി അത്ര ഈസി അല്ല അനാർക്കലിക്ക് ഈ ഒരു പടത്തിലെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനാർക്കലിന്റെ കോസ്റ്റ്യൂമൊക്കെ കിടന്, ഒന്നും പറയല്ല. ആ മേക്ക് ഓവറും കോസ്റ്റ്യൂമൊക്കെ എവിടേക്കോ എനിക്കൊരു മറ്റേ നമ്മളെ ക്യാപ്റ്റൻ മാർവൽ ലൈറ്റ് ആ ഒരു ഫീല് കിട്ടി. മീഷോന്ന് വന്ന ക്യാപ്റ്റൻ മാർവലിന്റെ കുറച്ച് ഡ്രസ്സ് തോന്നിയെങ്കിൽ, പക്ഷെ ഞാൻ തമാശ പറഞ്ഞ കേട്ടാ, മീഷോ വെർഷൻ ആണെങ്കിലും സംഗതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അനാർക്കലി. കാരണം അത്ര ഈസി അല്ല. കാരണം ഇതിൽ ശബ്ദമില്ല, അവർക്ക് ലിപ്പില്ല. ഒരു നിങ്ങൾ കാണുന്ന ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ചിട്ടാണ് ഏലിയൻ സംസാരിക്കുന്നതും ആ ഏലിയന്റെ ഗാഡ്ജറ്റിന് വരുന്ന ശബ്ദമൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഇവര് തമ്മിലുള്ള പ്രേമമൊക്കെ ഉണ്ട്. നമ്മുടെ ഏലിയനും ഗോകുൽ സുരേഷും തമ്മിലുള്ള പ്രേമൊക്കെ വൈബ് സാധനമാണ്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ രസം ഫീൽ ചെയ്യുന്ന, അതായത് സിറ്റുവേഷനിൽ വരുന്ന കുറെ കോമഡി സാധനങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അജു വർഗീസ് കുറച്ച് മിനിമം ക്യാരക്ടേഴ്സ് ഉള്ളൂ കേട്ടോ. കുറെ ക്യാരക്ടേഴ്സും അങ്ങനെ കുറെ ഹറിബറി ഒന്നുമില്ല. മിനിമം ക്യാരക്ടേഴ്സ് മിനിമം സ്ഥലത്ത് ഒരു ഫ്ലാറ്റിനകത്ത് മാത്രം പൊളിഞ്ഞ ഫ്ലാറ്റ് ചുറ്റിപ്പറ്റി നടക്കുന്ന ആ ഇൻസിഡൻസ് മാത്രം. അതായത് ഇതിൽ മെയിൻ മൊത്തത്തിൽ ഈ സിനാരിയോ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ഗണേഷിന്റെ ക്യാരക്ടറാണ്. ഗണേഷ് കുമാറിന്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബാക്കി ഏലിയനും ഇവരൊക്കെ വന്നിട്ടും പോണതും ഒക്കെ. അങ്ങനെയാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് ഇവർ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന്റെ ക്യാരക്ടർ നമ്മളെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യും. അങ്ങേരുടെ ഒരു സ്വാഗ് ഉണ്ടല്ലോ, തമാശ പറയുമ്പോൾ അങ്ങേർക്ക് ഒരു സ്വാഗ് ഉണ്ട്. ആ സ്വാഗൊക്കെ ഇതിനകത്ത് നല്ല കിടിലനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്,
പിന്നെ അലക്സാനെ കളിയാക്കിട്ട് അയ്യോ അത് രാഘവൻ ചീറി, രാഘവൻ വേറെ ലെവൽ. രാഘവനൊക്കെ റേഞ്ച് സാധനമാണ്. അപ്പൊ എ ആണ്. സോ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഈ സിനിമയുടെ റേഷ്യോ വളരെ കുറച്ച് വെച്ച് ടുവേർഡ്സ് എൻഡിലേക്ക് പിന്നെ ആ റേഷ്യോ മാറുന്നൊക്കെ സാധനമൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് ഈ എക്സ്പെരിമെന്റൽ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. ഞാൻ മഹാവീരിലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണ്. അപ്പൊ ഡബിൾ ബാരലൊക്കെ ഇപ്പൊ ഭയങ്കര കൾട്ട് ക്ലാസിക് മലയാളത്തിൽ നിന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇത് ഹോളിവുഡ് ലെവൽ സാധനമാണ്. ഡെഫിനറ്റ്ലി ഹോളിവുഡ് ലെവൽ സാധനമാണ്. കാരണം ഇതിനകത്ത് പണി എടുത്തു വെച്ചത് അരുൺ ചന്തു എടുത്തു വെച്ച പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിൽ വിട്ട് പോയിട്ടുമില്ല, ഇന്ന് താന്നിട്ടുമില്ല. എന്താണോ ആ പടത്തിന്റെ ഇത് ഈസി അല്ല, നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഒട്ടും ഈസി അല്ല. മലയാളികളെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈഫൈ മൂവി ഇവിടുന്ന് ഒരു ഏലിയൻ മൂവി എടുത്തു വെച്ച് മലയാളികളെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അത് വൃത്തിക്ക് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് അഞ്ചന്തുവിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ മൂവീസ് കാണുന്ന ആളുകളാണ്. ഒരുപാട് നമുക്ക് ഇതിന്റെ കുറെ ലെയറും ഡെപ്തും അറിയുന്ന പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെ മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ്, അതൊരു മലയാളിവൽക്കരിച്ച ഒരു പ്രൊഡക്റ്റ് തരാന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ മലയാളത്തിൽ നിന്ന് എന്തുകൊണ്ട് നമ്മളുടെ നാടിന്റെ ചുറ്റുവട്ടത്ത് ഒരു ഏലിയൻ വന്നു കഴിഞ്ഞു, ഒരു ഏലിയൻ ഇൻവേഷൻ നടന്നു, വലിയൊരു അപ്പോകലിപ്സ് നടന്നു, അതിന് ശേഷം നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്, ഒരു ഏലിയൻ ഇൻവേഷൻ വന്നു നമ്മളെ നാട്ടിൽ. ഇത് നമ്മൾ സാധാരണ കണ്ടൊരു മറ്റേ ജാദു നമ്മൾ അങ്ങനത്തെ ഏലിയൻസേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം നമ്മൾ ഈ തോട്ട് വന്നില്ല. അപ്പൊ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു തോട്ടുണ്ട്, നമ്മൾ തന്നെയാണ് ഏലിയൻസ് എന്നുള്ളത്, നമ്മളാണ് ഈ ഭൂമി ഇൻവേഡ് ചെയ്തത്. അങ്ങനത്തെ തോട്ട് എനിക്ക് ഈ സിനിമ കുറേയും കൂടിയും കണക്ട് ആവുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെയൊക്കെ ചിന്താഗതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് എന്റെ ചിന്തകളൊക്കെ ഉള്ളത്. അപ്പൊ എന്റെ ചിന്തകളൊക്കെ ആയിട്ട് ഈ സാധനത്തിന് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എനിക്ക് ഈ പടത്തിനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫണ്ണാണ് പടം. എടുത്തു വെച്ച രീതിയാണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതിന്റെ നറേഷൻ ആണെന്നുണ്ടെങ്കിലും കോമഡി വരുന്നതാണെന്നുണ്ടെങ്കിലും വിഷ്വൽസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒക്കെ എക്സ്പെരിമെന്റ്സ് മലയാളത്തിൽ നിന്ന് വരണം അല്ലേ? ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വന്നേ പറ്റൂ. കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ മലയാള സിനിമ ഈ ബാക്കി ഇൻഡസ്ട്രികളെക്കാൾ കൂടുതൽ ഒന്ന് വിട്ടു നിൽക്കുക. ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ അല്ല, നമുക്കൊരു നോളനല്ല, നമുക്ക് നോളൻ അല്ലെങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, മലയാള സിനിമയ്ക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. ഇപ്പൊ കുറെ കാലമായിട്ട് മലയാള സിനിമയെ കുറിച്ചിട്ട് ബാക്കി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രകൃതിപടം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല സീനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. മലയാള സിനിമയ്ക്കും റേഞ്ച് വേറെയാണ്. ഇപ്പോൾ നമ്മളവിടുത്തെ മേക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവരെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്ന് പണം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല. സോ ഹാറ്റ്സ് ഓഫ് ദി എൻറ്റയർ ടീം. ഈ ഗഗനചാരിയുടെ കാരണം ഇങ്ങനൊരു വിഷ്വൽ എന്താ പറയാ ട്രീറ്റ് തന്നതിനും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തന്നതിനും, ഇത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്തതിന്, OTT റിലീസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്തതിന് ഭയങ്കര നന്ദി. കാരണം ഇത് OTT നിങ്ങൾക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യും. ഡെഫിനറ്റ്ലി അത് മിസ് ചെയ്യരുത്. ഭയങ്കര വൈബ് പടമാണ്. ഭയങ്കര രസമാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഒരു 2040 2050 നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതും എക്സ്ട്രാ കാണിച്ചിട്ടുമില്ല. കുറെ ഇങ്ങോട്ട് എക്സ്ട്രാ ആക്കി 2040 ആകുമ്പോഴത്തേക്ക് എല്ലാരും പറന്നു പോണ സീനൊന്നും ഇതിനകത്തില്ല. ഒരു 20 കൊല്ലം അപ്പുറം അത്രേ ഉള്ളൂ സംഗതി. പക്ഷെ 20 കൊല്ലം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരാമെന്നുള്ളതൊക്കെ പ്രോപ്പർ സ്റ്റഡി നടത്തി ചെയ്ത പോലത്തെ ഒരു പടം. എന്താണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വർത്ത് വാച്ചിങ്. നിങ്ങളും പോയി കാണുക അല്ലേ? ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെ പടങ്ങളും സപ്പോർട്ട് ചെയ്യാം.